ഒരു ചെറിയ കഥ പറഞ്ഞാലോ? ജീവിതത്തിൽ ഇങ്ങനെ ഒന്നിൽ തന്നെ നിൽക്കുന്നവർ, നമ്പർ 1 ഒന്നിൽ തന്നെ നിൽക്കുന്നവരുടെ ഒരു കൂട്ടം. അതിൽ പലരും ഒന്നിൽ നിന്ന് 2ലേക്കും 2ൽ നിന്ന് 3ലേക്കും പിന്നെ 100ലേക്കും 1000ലേക്കും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ കയറി പോകുന്നവർ. അങ്ങനെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ അവർ തിരിഞ്ഞ് ഒന്നിൽ തന്നെ നിൽക്കുന്നവർ തിരിഞ്ഞു നോക്കാറുണ്ടോ? വെറുതെ എന്തിനാ അങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കി സമയം കളയുന്നല്ലേ? ഇനിയും 100ൽ നിന്ന് 500ലേക്കും ഇനിയും 1000ലേക്കും 1,00,000ലേക്കും ഒക്കെ കുതിക്കേണ്ടതല്ലേ? സമയം കളയണ്ട. ഒന്നിലൊരുമിച്ച് നിന്നപ്പോൾ പരസ്പരം താങ്ങായിരുന്നു, പരസ്പരം കേൾക്കാൻ സമയമുണ്ടായിരുന്നു, പരസ്പരം ആശ്വസിപ്പിക്കാറുണ്ടായിരുന്നു, ഒന്നിച്ച് സന്തോഷിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ സന്തോഷങ്ങൾ ചിലരുടെ മാത്രം സ്വന്തവും ദുഃഖങ്ങൾ മറ്റു ചിലരുടെ മാത്രം സ്വന്തവുമായി തീർന്നു. ഇറ്റ്സ് ഓക്കെ. ലൈഫ് അങ്ങനെയാണ്. വി ഹാവ് ടു മൂവ് ഓൺ. ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പങ്കുവച്ച തോട്ട്സാണ് കേട്ടോ ഇത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഒന്നിൽ നിൽക്കുന്നവൻ ഒരിക്കലും 500ൽ നിൽക്കുന്നവനെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നിൽ തന്നെ നിന്ന് ചിലതൊക്കെ ചെയ്യാൻ നമുക്കും പറ്റും. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ നിസ്സഹായത കൊണ്ടായിരിക്കാം ഒന്നിൽ തന്നെ വീണുപോയത്. പക്ഷേ പരിശ്രമിക്കണം. ഒന്നിൽ തന്നെ നിന്നുകൊണ്ടും ചിലതൊക്കെ നമുക്കും ചെയ്യാൻ പറ്റുമെന്നേ. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. തോറ്റുപോയിക്കോട്ടെ, സാരമില്ല, ഇറ്റ്സ് ഓക്കെ. ജീവിതം ഒന്നേ ഉള്ളൂ, അത് മറക്കരുത്. നമ്മളെ ഓർക്കാത്ത ചിലർക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഹോമിച്ച് കളയരുത് കേട്ടോ.